സകലത്തിന്റെയും സൃഷ്ടാം പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നവംബർ 7. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാഭാഗം ദിനവൃത്താന്തം 2-ാം പുസ്തകം 36-ാം അധ്യായം. ദിനവൃത്താന്തം 2-ാം പുസ്തകം 36-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ദേശത്തെ ജനം യോശിയാവിന്റെ മകനായ യഹോവാഹാസിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ അപ്പന് പകരം യെരുശലേമിൽ രാജാവാക്കി. യഹോവാഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 23 വയസ്സായിരുന്നു. അവൻ 3 മാസം യെരുശലേമിൽ വാണു. മിസ്രൈം രാജാവ് അവനെ യെരുശലേമിൽ വെച്ച് പിഴുക്കി ദേശത്തിന് 100 താലന്ത് വെള്ളിയും 1 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. മിസ്രൈം രാജാവ് അവന്റെ സഹോദരനായ എല്യാക്കീമിനെ യഹൂദായ്ക്കും യെരുശലേമിനും രാജാവാക്കി. അവന്റെ പേർ യഹോയാക്കീം എന്ന് മാറ്റി. അവന്റെ സഹോദരനായ യഹോവാഹാസിനെ നേക്കോ പിടിച്ച് മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. യഹോയാക്കീം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 7 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അവന്റെ നേരെ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ വന്ന് അവനെ ചങ്ങലയിട്ട് ബാബേലിലേക്ക് കൊണ്ടുപോയി. നെബൂഖദ്നേസർ യഹോവയുടെ ആലയത്തിലെ ഉപകരണങ്ങളും ബാബേലിൽ കൊണ്ടുപോയി ബാബേലിൽ തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു. യഹോയാക്കീമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതും അവനിൽ കണ്ടതുമായ മ്ലേച്ഛതകളും ഇസ്രായേലിലെയും യഹൂദയിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അവന്റെ മകനായ യഹോയാക്കീൻ അവന് പകരം രാജാവായി. യഹോയാക്കീൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 8 വയസ്സായിരുന്നു. അവൻ 3 മാസവും 10 ദിവസവും യെരുശലേമിൽ വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എന്നാൽ പിറ്റേ ആണ്ടിൽ നെബൂഖദ്നേസർ രാജാവ് ആളയച്ച് അവനെയും യഹോവയുടെ ആലയത്തിലെ മനോഹരമായ ഉപകരണങ്ങളെയും ബാബേലിലേക്ക് വരുത്തി. അവന്റെ സഹോദരനായ സിദക്കിയാവെ യഹൂദായ്ക്കും യെരുശലേമിനും രാജാവാക്കി. സിദക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ തന്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യിരെമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. അവനെ കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിങ്കലേക്ക് തിരിയാതെ വണ്ണം തന്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളും പോലെ വളരെ അകൃത്യം ചെയ്ത് യെരുശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവന്റെ ആലയത്തെ അശുദ്ധമാക്കി. അവരുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയ്ക്ക് തന്റെ ജനത്തോടും തന്റെ നിവാസത്തോടും സഹതാപം തോന്നിയിട്ട് അവൻ ജാഗ്രതയോടെ തന്റെ ദൂതന്മാരെ അവരുടെ അടുക്കൽ അയച്ചു. അവരോ ദൈവത്തിന്റെ ദൂതന്മാരെ പരിഹസിച്ച് അവന്റെ വാക്കുകളെ നിരസിച്ച് ഉപശാന്തി ഇല്ലാതാകും വണ്ണം യഹോവയുടെ കോപം തന്റെ ജനത്തിന് നേരെ ഉജ്ജ്വലിക്കുവോളം അവന്റെ പ്രവാചകന്മാരെ നിന്ദിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവൻ കൽദേരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവൻ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവാലയത്തിലെ ചെറിയതും വലിയതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിന്റെയും അവന്റെ പ്രഭുക്കന്മാരുടെ ഭണ്ഡാരങ്ങളുമെല്ലാം അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. അവർ ദൈവാലയം ചുട്ട് യെരുശലേമിന്റെ മതിലിടിച്ച് അതിലെ അരമനകളെല്ലാം തീക്കിരയാക്കി അതിലെ മനോഹര സാധനങ്ങളൊക്കെയും നശിപ്പിച്ചു കളഞ്ഞു. വാളിനാൽ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബേലിലേക്ക് കൊണ്ടുപോയി. പാഴ്സി രാജ്യത്തിന് ആധിപത്യം സിദ്ധിക്കും വരെ അവർ അവിടെ അവനും അവന്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം അതിന്റെ ശബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെയും ശബത്ത് അനുഭവിച്ചു. എന്നാൽ യിരെമ്യാ മുഖാന്തരമുണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരെശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാഴ്സി രാജാവായ കോരെശിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തത് എന്തെന്നാൽ, പാഴ്സി രാജാവായ കോരെശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരുശലേമിൽ അവന് ഒരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കട്ടെ. അവൻ യാത്ര പുറപ്പെടട്ടെ. ഇന്നും നമ്മൾ വായിക്കുന്ന 2-ാമത്തെ വായനാഭാഗം ഹോശയ്യ 4-ാം അധ്യായം. ഹോശയ്യ 4-ാം അധ്യായം 1-ാം വാക്യം മുതൽ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പിൻ.
യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കൊല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും, ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. എങ്കിലും ആരും ബാധിക്കരുത്, ആരും ശാസിക്കുകയുമരുത്. നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും, പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. പരിജ്ഞാനമില്ലാകിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. അവർ പെരുകുന്തോറും എന്നോട് ഏറെ പാപം ചെയ്തു. ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയായി മാറ്റും. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും. ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്ദർശിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവർക്ക് പകരം കൊടുക്കും. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കുകയില്ല, അവർ സ്ത്രീ സംഘം ചെയ്താലും പെരുകുകയില്ല. യഹോവയെ കൂട്ടാക്കുന്നത് അവർ വിട്ടുകളഞ്ഞുവല്ലോ. പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തു കളയുന്നു. എന്റെ ജനം തങ്ങളുടെ മരത്തോട് അരുളപ്പാട് ചോദിക്കുന്നു, അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു. പരസംഗ മോഹം അവരെ ഭ്രമിപ്പിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ ബലി കഴിക്കുന്നു. കുന്നുകളിൽ അവർ നല്ല തണലുള്ള കരുവേലത്തിന്റെയും പുന്നയുടെയും ആലിന്റെയും കീഴെ ധൂപം കാട്ടുന്നു. അവിടെ നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നു, നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിക്കുന്നു. നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നതും നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിച്ച് നടക്കുന്നതും ഞാൻ സന്ദർശിക്കുകയില്ല. അവർ തന്നെ വേശ്യാസ്ത്രീകളോടുകൂടെ വേറിട്ട് പോകുകയും ദേവദാസികളോടുകൂടെ ബലി കഴിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും. ഇസ്രായേലെ, നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതിരിക്കട്ടെ. നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേത് ആവേനിലേക്ക് കയറിപ്പോകരുത്. യഹോവയാണ് എന്ന സത്യം ചെയ്യുകയുമരുത്. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയ്ക്കുമോ? എഫ്രൈം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളക. മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. കാറ്റ് അവളെ ചിറകുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു. അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചു പോകും. ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 20-ാം അധ്യായം 1-ാം വാക്യം മുതൽ. കലഹം ശമിച്ച ശേഷം പൗലോസ് ശിഷ്യന്മാരെ കൂട്ടിവരുത്തി പ്രബോധിപ്പിച്ചിട്ട് യാത്ര പറഞ്ഞ് മക്കദോന്യയ്ക്ക് പുറപ്പെട്ടുപോയി. ആ പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് അവരെ ഏറെയൊന്ന് പ്രബോധിപ്പിച്ചിട്ട് യവനദേശത്ത് എത്തി. അവിടെ 3 മാസം കഴിഞ്ഞിട്ട് സുറിയയ്ക്ക് കപ്പൽ കയറി പോകുവാൻ ഭാവിക്കുമ്പോൾ യഹൂദന്മാർ അവന്റെ നേരെ കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാൽ മക്കദോന്യ വഴിയായി മടങ്ങിപ്പോകുവാൻ നിശ്ചയിച്ചു. ബെരോവയിലെ പുറോസിന്റെ മകൻ സോപത്രോസും തെസ്ലോനിക്കക്കാരായ അരിസ്തർഹോസും സെക്കുന്തോസും ദർബക്കാരനായ ഗായോസും തിമത്തയോസും ആസ്യക്കാരനായ തുഹിക്കോസും ത്രൊഫിമോസും ആസ്യ വരെ അവനോടുകൂടെ പോയി. അവർ മുമ്പേ പോയി ത്രോവാസിൽ ഞങ്ങൾക്കായി കാത്തിരുന്നു. ഞങ്ങളോ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി 7 ദിവസം അവിടെ പാർത്തു. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസത്തിൽ ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ പൗലോസ് പിറ്റന്നാൾ പുറപ്പെടുവാൻ ഭാവിച്ചതുകൊണ്ട് അവരോട് സംഭാഷിച്ച് പാതിര വരെയും പ്രസംഗം നീട്ടി. ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്നു. അവിടെ യൂത്തിക്കോസ് എന്ന യവനക്കാരൻ കിളിവാതിൽക്കലിരുന്ന് ഗാഢനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കയാൽ നിദ്രാവശനായി 3-ാം തട്ടിൽ നിന്ന് താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ടുവന്നു. പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ വീണ് തഴുകി, ഭ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവനിലുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അവർ ആ ബാലനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം ആശ്വസിച്ചു. ഞങ്ങൾ മുംബൈ കപ്പൽ കയറി പൗലോസിനെ അസോസിൽ വെച്ച് കയറ്റിക്കൊള്ളുവാൻ വിചാരിച്ച് അവിടെ കൂടി. അവൻ കാൽനടയായി വരുവാൻ വിചാരിച്ച് ഇങ്ങനെ ചട്ടം കെട്ടിയിരുന്നു. അവൻ അസോസിൽ ഞങ്ങളോട് ചേർന്നപ്പോൾ അവനെ കയറ്റി മിഥുലേനയിൽ എത്തി. അവിടെ നിന്ന് നീക്കി പിറ്റേന്നാൾ ഖിയോസ് ദ്വീപിന്റെ തൂക്കിലെത്തി. മറുനാൾ സാമോസ് ദ്വീപിൽ അണഞ്ഞു. പിറ്റേന്ന് മിലേത്തോസിലെത്തി. കഴിയുമെങ്കിൽ പെന്തക്കോസ് നാളേക്ക് യെരുശലേമിൽ എത്തേണ്ടതിന് പൗലോസ് ബന്ധപ്പെടുകയാൽ
ആസിയയിൽ കാലതാമസം വരരുത് എന്ന് വെച്ച് എഫസോസിൽ അടുക്കാതെ ഓടേണമെന്ന് നിശ്ചയിച്ചിരുന്നു. മിലത്തോസിൽ നിന്ന് അവൻ എഫസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തുവെന്നും ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നുവെന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളത് ഒന്നും ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണമെന്നേ എനിക്കുള്ളൂ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ആരും ഇനി കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. നിങ്ങളെ തന്നെയും തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കുമെന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചുകളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിപ്പിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടപെടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടുകൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോടുകൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചുവെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടതെന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്രയച്ചു. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.